ഹലോ. സോ നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നത് ഒരുപക്ഷെ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിലിൻ്റെ ബേസിസിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടാവുക. കാരണം മനഃപൂർവ്വമാണ് ഞാൻ അതിൻ്റെ തംബ്നെയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് അല്ലെങ്കിൽ ഒരു 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 കൈൻഡ് ഓഫ് ഗ്രേയിഷ് ടൈറ്റിൽ ഇതിന് മനഃപൂർവ്വമാണ് കൊടുത്തത്. കാരണം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൈൻഡ് ഓഫ് ഇറയിൽ കൂടുതൽ സ്പ്രെഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓഫ് നെഗറ്റീവ് തിങ്സ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത്. നത്തിങ് പോസിറ്റീവ് കംസ് ഇൻ ആൻഡ് നോ വൺ സപ്പോർട്ട്സ് പോസിറ്റീവ് തിങ്സ് മച്ച്. സോ ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. സോ അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് മേ ബി കുറച്ച് പേരെങ്കിലും കാണും എന്നൊരു എന്തോ ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല മേ ബി ഞാനിത് അപ്ലോഡ് ചെയ്യുമോ ചെയ്യില്ലയോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് കണ്ടൻറ് ക്രിയേഷൻ ഈസ് സംതിങ് ന്യൂ ഫോർ മീ. എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖലയാണ്. അതേപോലെ ഐ മീൻ മൈ മിഡ് 30s ഓർ ടുവേർഡ്സ് മൈ 40s. സോ ഇന്നത്തെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനോടൊപ്പം നിൽക്കുമോ എൻ്റെ ഈ വീഡിയോ എന്നൊന്നും എനിക്കറിയില്ല. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇപ്പോൾ കുറേ നാളായിട്ട് മേ ബി ഒരു 1 വീക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കിടന്ന് സർക്കിൾ ബാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ കല്യാണി എന്ന പേരുള്ള ഒരു ഇൻഫ്ലുവൻസറും അതേപോലെ ദെർഫോർ ഐ ആം എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഡോക്ടർ നിലുഫർ ഷെരീഫും തമ്മിലുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടറുടെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാലും ഭയങ്കര എന്താ പറയുക, ഹെയ്റ്റേഴ്സിൻ്റെ ഒരു ബഹളം അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് കമൻസാണ് അതിൽ കൂടുതലും വരുന്നത്. സോ ബേസിക്കലി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അല്ലെങ്കിൽ അവർ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ബ്രാൻഡിനെ എല്ലാവരും പോകുന്ന ഒരു വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന കൺവെൻഷണൽ അല്ലാത്ത കുറച്ച് ഐഡിയാസ് കൊണ്ടുവരുന്നത് വഴി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ സൃഷ്ടിക്കാം എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉള്ള ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പാറ്റേണാണ് ഞാൻ കാണുന്നത് ഈ ഒരു വീഡിയോസിൻ്റെ എല്ലാം അടിയിൽ വരുന്ന കമൻസിൽ. സോ ഞാൻ ഒരിക്കലും ഇത് ദെർഫോർ ഐ ആം എന്ന് പറയുന്നൊരു ക്ലിനിക്കിനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിൽഫർ എന്ന് പറയുന്നൊരു ഡോക്ടറെ സപ്പോർട്ട് ചെയ്തോ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരിക്കലും ഇതിനെ കാണരുത്. ഓക്കെ. സോ ഇതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് സ്കിൻ കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക്കലി സ്കിൻ കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഒരു ബിസിനസ്സാണ്. സോ ആ ബിസിനസ് എന്ന് പറയുന്നത് അവിടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവാം, അവർക്ക് പ്രോഡക്റ്റ്സ് കിട്ടുന്നുണ്ടാവാം, അത് അവർ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ടാവാം, അതെല്ലാം നടന്നോട്ടെ. പക്ഷേ ഈ കൈൻഡ് ഓഫ് പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ എത്തിക്സ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് നോട്ട് മെൻറ്റ് ഫോർ അസ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീമുകൾ അല്ലെങ്കിൽ ആക്റ്റീവ്സ് അടങ്ങിയ സൺസ്ക്രീൻ അല്ലെങ്കിൽ ആക്റ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജ് കൂടുതലുള്ള മോയ്സ്ചറൈസേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഡാമേജ്ഡ് ആയ ഒരു സ്കിന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ കണ്ടെത്തിയ ഒരു അവസാന മാർഗം അല്ലെങ്കിൽ എൻ്റെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ നിലുഫർ ഷെരീഫ്. ഓക്കെ. ഇനി ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഇത് നിങ്ങളെൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നാച്ചുറൽ ലൈറ്റിലാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾ എൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സ്കിന്നിൻ്റെ ഈ ഒരു സൈഡിൽ
എനിക്ക് ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ അത് ചെറിയ രീതിയിലാണ്. അതല്ലാണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ അവിടെ ഇവിടെയായിട്ട് ചെറിയ ബ്രൗൺ കളറിലെ പാച്ചസും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി എൻ്റെ ഈ ഒരു സ്കിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള, ഭയങ്കര ആക്നെ പ്രോണായിട്ടുള്ള ഒരു സ്കിന്നാണ്. സോ എനിക്കൊരു 7th ഞാൻ പഠിക്കുന്ന ടൈം മുതൽ എനിക്ക് ആക്നെ എന്ന് പറയുന്ന പ്രോബ്ലം വരാൻ തുടങ്ങി. നോർമലി ടീനേജിലോട്ട് കയറുന്ന സമയത്തിൽ നമുക്ക് ആക്നെ ഉണ്ടാവും. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആക്നെ വന്നു തുടങ്ങി. സോ അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു റീച്ചബിളായിട്ടുള്ള ഒന്നായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു നമുക്ക് റെഫറൻസസ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള മൊഡാലിറ്റീസ് കുറവാണ്. സോ അതിൻ്റെയൊക്കെ ഒരു അവെയർനെസ് ഇല്ലാത്തത് കാരണം ഞാൻ ആ സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ കൊണ്ടുപോയത് മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ്. എനിക്ക് തോന്നുന്നത് കോഴഞ്ചേരി അല്ലെങ്കിൽ പത്തനംതിട്ട ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇപ്പോഴും ഞാൻ ആ ഡോക്ടറെ ഓർക്കുന്നുണ്ട്. ഡോക്ടർ റേച്ചൽ എന്നായിരുന്നു ആ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പേര്. സോ പുള്ളിക്കാരി എനിക്ക് സജസ്റ്റ് ചെയ്തത് ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്നൊരു ഓയിൻമെൻറ്റും സം റെറ്റിനോയിഡ്സ് ആണെന്ന് തോന്നുന്നു തന്നത്. സോ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഡെർമറ്റോളജിസ്റ്റുകളും, അതായത് ഇപ്പോൾ നമ്മൾ സ്കിൻ ക്ലിനിക്കുകളുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേ ബാക്ക് വെൻ ഐ വാസ് ഇൻ മൈ 7th സ്റ്റാൻഡേർഡ്, അപ്പം ഇത്രയോ വർഷത്തോളം പുറകിലോട്ട് നമ്മൾ പോയിട്ടും അതിൽ നിന്നും ഒരു മാറ്റം ഇപ്പോഴും മിക്ക ഡെർമറ്റോളജിസ്റ്റുകൾക്കും ഇല്ല. കാരണം ഓയിൽമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അവർ വേറെ മൊഡാലിറ്റീസ്, മേ ബി ആ ഒരു അവസ്ഥയെ ഒന്ന് സപ്രസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലേസേഴ്സ് അല്ലെങ്കിൽ പീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു കൺവെൻഷണൽ ചിന്താഗതിക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതൊന്ന്. അതേപോലെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെന്ന് പറയുന്നതിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ക്ലിൻഡാമൈസിൻ അല്ലാന്നുണ്ടെങ്കിൽ ട്രെറ്റിനോയിൻ, അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ കൂടിപ്പോയി ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് മേ ബി ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഐസോട്രെറ്റിനോയിൻ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ് ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ US അല്ലെങ്കിൽ UK പോലുള്ള കൺട്രികളിൽ ഐസോട്രെറ്റിനോയിൻ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ടാബ്ലറ്റാണ് ഐസോട്രെറ്റിനോയിൻ. ആൻഡ് ദാറ്റ്സ് ഹൗ ഈ ഒരു പിമ്പിൾ എന്ന് പറയുന്ന സംഭവം സപ്രസ് ആവുന്നത്. പക്ഷേ ഈ ഐസോട്രെറ്റിനോയിൻ ഒക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകളുള്ള ടാബ്ലറ്റുകളാണ്. സോ ബേസിക്കലി ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഒന്നാംകിട രാഷ്ട്രങ്ങളിൽ ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പം അത് ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന ഐസോട്രെറ്റിനോയിൻ അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കുറേ ടാബ്ലറ്റുകൾ. സോ ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ട് അതെങ്ങനെയാണ് നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന രീതികളിൽ കൂടെ ഒക്കെ കടന്നു പോകും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഐസോട്രെറ്റിനോയിനൊക്കെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് പുറം രാജ്യങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അതൊന്ന്. ദെൻ കമ്മിങ് ബാക്ക് ടു മൈ ഇഷ്യൂ. സോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോളേജ് ബസ്സിൽ സ്ഥിരമായിട്ട് സൈഡ് സീറ്റിലിരിക്കുന്നതിൻ്റെ ആ ഒരു മേ ബി സൺ എക്സ്പോഷർ കാരണമായിരിക്കും എൻ്റെ ഈ ഒരു 2 സൈഡിലായിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. ആ സമയത്ത് നമ്മളവിടെ കോട്ടയത്തൊരു ഇതേപോലൊരു സ്കിൻ ക്ലിനിക്കിൽ കാണിച്ചിരുന്നു. സോ അവരെനിക്ക് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ പീലാണ് സജസ്റ്റ് ചെയ്തത്. സോ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ പീൽ സജസ്റ്റ് ചെയ്തു. ഞാനൊരു 4 അല്ലെങ്കിൽ എനിക്ക് ഒരു 5 സെഷൻസോളം പീല് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെനിക്ക് ഹോം കെയർ ആയിട്ട് ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. സോ പക്ഷേ സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു സംഭവം ഇവരെനിക്ക് പറഞ്ഞു തന്നില്ല ആ ഒരു ടൈമിൽ. മേ ബി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് നോട്ട് അഡിക്വേറ്റ് ഓർ ഇറ്റ് വാസ് ഇൻഅഡിക്വേറ്റ്.
സോ അങ്ങനെ എൻ്റെ ഫേസ് മുഴുവൻ ഡാമേജ്ഡ് ആയി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൈക്കോ-6 മാറ്റി നിർത്തിയിട്ട് ഗ്ലൈക്കോ-12, അതായത് വീണ്ടും ഒരു 6% കൂടിയ ഒരു ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്തു. സോ അതിൻ്റെ ബേസിക്കലി ഈ ക്രീംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ഫോളിയേഷൻ നടക്കും. അന്നേരം ഒരു മേ ബി ഒരു 1 or 2 വീക്സിലേക്ക് നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു നല്ല ലുക്ക് കിട്ടും. പക്ഷേ പിന്നാണ് ഈ ഒരു ക്രീംസിൻ്റെ ഒക്കെ സൈഡ് എഫക്ട്സ് നമുക്ക് അറിയുന്നത്. സോ ബേസിക്കലി അവിടെ മുതൽ എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയി. സോ എൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഹെൽ ലൈക്ക് ഇറ്റ് വെൻ ടു ദ വേഴ്സ്റ്റ് കണ്ടീഷൻ. സോ അതിൻ്റെ ഞാനിപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആയിട്ടൊരു 6 yearsോളം ആവുന്നു. സോ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇറ്റ് വാസ് വെരി സിവിയർ. സോ ഞാനിവിടെ കാണാത്ത ഹോസ്പിറ്റലുകളില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യുന്ന സ്കിൻ ക്ലിനിക്കുകൾ ഉൾപ്പെടെ ഞാൻ പല ഹോസ്പിറ്റലുകൾ ഞാൻ കയറി ഇറങ്ങി. സോ ഓരോ ഹോസ്പിറ്റലുകളിലും ഞാനൊരു നിയർലി ഒരു 6 months അല്ലെങ്കിൽ ഒരു 7 months സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുത്ത ഡോക്ടറിലോട്ട് 0 ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറിലോട്ട് നമ്മൾ മാറുക. അതല്ലാതെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ 1-2 മാസം നിന്ന് നമ്മൾ നോക്കി അങ്ങനെ മാറുകയല്ല. ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു 6-7 മാസം നിന്ന് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു അടുത്ത ഡോക്ടറിലേക്ക് പോവുക. സോ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. സോ ഞാൻ ഇവിടുത്തെ ഒരു വെൽ നോൺ ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ആ ഹോസ്പിറ്റലിൻ്റെ പേരിൽ സ്കിൻ എന്നൊരു വാക്കുണ്ട്. ഡോക്ടറുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ്. സോ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇവരെനിക്ക് വീണ്ടും എൻ്റെ സ്കിൻ കണ്ടീഷൻ അനലൈസ് ചെയ്തു. അപ്പം സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെന്നൊന്നും ഇവർ പറയുന്നില്ല. ഇവർ പീൽസ് സജസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 8-10 സിറ്റിങ്സോളം പീൽസ്, അസലിക് ആസിഡ് പീൽസ്, അതേപോലെ സാലിസിലിക് ആസിഡ് പീൽ, യെല്ലോ പീൽ, അങ്ങനെ കുറേ പീലുകൾ ചെയ്തു മാറി. സോ ഇതുകൊണ്ടൊന്നും സംഭവം മാറുന്നില്ല, വേഴ്സൺ ആവുന്നതല്ലാതെ പിഗ്മെൻറ്റേഷൻ കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരെനിക്ക് ലേസർ സജസ്റ്റ് ചെയ്തു. സോ അങ്ങനെ ലേസർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 weeks ഗ്യാപ്പിൽ ഒരു 7-8 ലേസർ അടിച്ചു. ബട്ട് ഒരു തരത്തിലും ഈ സംഭവം എനിക്ക് മാറുന്നില്ല. സോ ഇത് എൻ്റെ ഈ ഒരു ബോഡിയിലെ കളറും അതേപോലെ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളൊരു കളറും എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. അതായത് നിങ്ങൾ എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഞാൻ ഒരു മീഡിയം സ്കിൻ ടോൺ ആണെന്ന് തോന്നുന്നു. ബട്ട് എൻ്റെ ഈ ഒരു മുകളിലോട്ടുള്ള പോർഷൻ, അതായത് ഫേസ് മുഴുവൻ കംപ്ലീറ്റ്ലി ഡാമേജ്ഡായി, കംപ്ലീറ്റ്ലി അത് ടാനൊന്നും അല്ല അതിന് പറയുന്നത്, കംപ്ലീറ്റ്ലി എന്താ പറയുക, ഭയങ്കര പിഗ്മെൻറ്റ്സ് എല്ലാം കൂടെ കൂടി മുഖം മൊത്തം കറുത്ത് കരിവാളിച്ച്. എന്നെ കാണുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു 2 ടോൺ, അല്ലെങ്കിൽ ഫേസിന് എന്താണ് കുഴപ്പം, ഇനി ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്കിത് കേൾക്കുമ്പോൾ കുറച്ചൊരു മെൻ്റലി നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. എസ്പെഷ്യലി ഞാനൊരു സ്കിൻ കെയറും അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എന്നെ ഇത് കുറച്ച് മെൻ്റലി അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ഡോക്ടേഴ്സിനെ കാണുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ കുറയുന്നുണ്ടോ എന്ന് നോക്കി ഞാനൊരു 4-5 മാസം ഇത് കുറയുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. സോ അങ്ങനെ വീണ്ടും എൻ്റെ റിസർച്ചുകൾ തുടർന്ന് അങ്ങനെയാണ് ഞാൻ റിവൈവ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്കിനെ കുറിച്ചിട്ട് കാക്കനാടുള്ള ക്ലിനിക്കിനെ കാണുന്നതും അവിടെ ഞാൻ ഡോക്ടർ ബെൻ എന്ന് പറഞ്ഞിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത്. സോ ബെന്നാണ് എനിക്കൊരു ഐഡിയ തന്നത് എൻ്റെ സ്കിൻ കണ്ടീഷൻ എന്താണെന്നും അല്ലെങ്കിൽ സ്കിൻ ബാരിയറിൻ്റെ അവസ്ഥ എന്താണെന്നും അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ എനിക്ക് തന്നത് ഡോക്ടർ ബെന്നാണ്. സോ ഒരു AI സ്കിൻ അനലൈസറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ സ്കിൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ എവിടെയെങ്കിലും ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാനത് കാണിക്കാം. സോ ഇറ്റ് വാസ് ലിറ്ററലി ഹൊറിബിൾ. സോ ഇത്രത്തോളം ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ ഉള്ള ഒരു വ്യക്തിയിൽ ഈ ഡോക്ടേഴ്സ് നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മളത് ഹീല് ചെയ്യാനാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലേ? അല്ലാണ്ട് നമ്മൾ അതിനകത്തിലോട്ട്
കുറച്ച് മുളകോ അല്ലെങ്കിൽ കുറച്ച് എരിയുള്ള സംഭവങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവെന്ന് പറയുന്നത് വീണ്ടും അതിൻ്റെ എക്സ്ട്രീമിലോട്ട് പോവുകയുള്ളൂ. അതൊരിക്കലും കരിയാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് കാണിക്കില്ല. സോ അത് അങ്ങനെ ഒരു ബേസിക് സെൻസ് പോലും ഇല്ലാത്ത ഒരു കുറേ കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കാത്ത ഏതെങ്കിലും ക്ലിനിക്കുകളുണ്ടോ എന്ന് ഞാൻ റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ദെയർഫോർ ഐ എന്ന് പറയുന്നൊരു ക്ലിനിക്കിനെ കുറിച്ചിട്ട് അറിയുന്നതും അല്ലെങ്കിൽ ഡോക്ടർ നിലുവിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. സോ നിലുവിൻ്റെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അത്യാവശ്യം ഇതൊരു ഹൈ പ്രൊഫൈൽ ക്ലിനിക്കാണ്, അല്ലെങ്കിൽ ഇവർ ഡീല് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സെലിബ്രിറ്റീസ് അല്ല. സോ മേ ബി മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ച് നിർത്തുന്ന ആൾക്കാർ മുതൽ തമിഴ് തെലുഗു ഇൻഡസ്ട്രീസിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഇവരുടെ ക്ലയൻസ് ആണ് എന്ന് മനസ്സിലാക്കി എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽഫറിനെ മീറ്റ് ചെയ്യുന്നത്. സോ നിൽഫറിനെ മീറ്റ് ചെയ്തപ്പോൾ നിൽഫർ ആദ്യം എനിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒരു അല്ലെങ്കിൽ ടോപ്പിക്കലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവേസീവായിട്ടുള്ള ഒരു പ്രൊസീജിയറും എനിക്ക് സജസ്റ്റ് ചെയ്തില്ല. പകരം സെല്ലുലാർ ലെവലിലുള്ള ഒരു റീജനറേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണലി ഇതിൻ്റെ ഇഷ്യൂ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ട്രിഗർ ആവുന്നത് എന്നുള്ളൊരു സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ടോപ്പിക്കൽ പ്രൊസീജിയേഴ്സിലേക്ക് പോവാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻ ദ സെൻസ് ലൈക്ക് IV ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു തുടങ്ങി. അതേപോലെ ഈ പറയുന്നത് പോലെ ഗ്ലൂട്ടാത്തയോൺ നിലുഫറിൻ്റെ ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഗ്ലൂട്ടാത്തയോൺ ഞാൻ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു 7-8 മാസം നമ്മൾ ഒന്നും ചെയ്യാതെ ഈവൻ അവരുടെ ബ്രാൻഡിൻ്റെ കീഴിലുള്ള സൺസ്ക്രീനും അല്ലെങ്കിൽ മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എനിക്ക് പ്രോബ്ലം സ്കിൻ വെള്ളമൊക്കെ നമ്മളിങ്ങനെ മുഖത്തോട്ട് ഒഴിക്കുമ്പോൾ ഒരുമാതിരി ഒരു എൻജിനകത്തിൽ നിന്ന് ഹീറ്റ് പോകുന്നത് പോലുള്ളൊരു ഭയങ്കര ചൂട്. അതൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഈ ആക്റ്റീവ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ സെറ്റാഫിൽ, അതേപോലെ സെറ്റാഫിലിൻ്റെ തന്നെ മോയ്സ്ചറൈസർ, ദെൻ ഒരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്നാൽ സിങ്ക് ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ, ഈ ഒരു സംഭവങ്ങളിലേക്ക് ഞാൻ മാറിയിരുന്നു. സോ അതൊന്നും മാറ്റാതെ ഞാൻ ഉപയോഗിക്കുന്ന ആ സംഭവങ്ങൾ കറക്റ്റാണെന്ന് മനസ്സിലായപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ ഇൻറ്റേർണലി ഉള്ള ഈ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു 8 months കഴിഞ്ഞപ്പോഴത്തേക്കും 8 or 9 months കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് സീയിങ് റിസൾട്ട്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എൻ്റെ പിഗ്മെൻറ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഭയങ്കര മേ ബി ഒരു കൺസീലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരും എനിക്ക് പിഗ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. സോ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സ്കിൻ ബാരിയർ ഇൻറ്റേർണലി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സ്റ്റേണലി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്ന് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ വെള്ളം വലിച്ചെടുക്കും, അതായത് നമ്മുടെ ഇന്നർ ലെയേഴ്സിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുക്കും. സോ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഭയങ്കര ഡ്രൈ ആവും, നമ്മുടെ സ്കിൻ ബാരിയർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് വീണ്ടും വേഴ്സ് ആവും. സോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്കിൻ ബൂസ്റ്റർ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ്. സോ ഈ കല്യാണി പറഞ്ഞത് വെച്ച് ഞാനത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്കും ഈ ഒരു സ്കിൻ ബൂസ്റ്റർ ഇഞ്ചെക്റ്റ് ചെയ്തത്. സോ അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ദിവസത്തേക്ക് അതിൻ്റെ ഒരു ബ്രൂയിസ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു ചെറിയ കല്ലിപ്പൊക്കെ ഉണ്ടാവും, സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മാറും. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ലാണ്ട് ഈ കുട്ടി പറയുന്നത് പോലെ അത് ഭയങ്കര കല്ലിച്ച് നിന്നു അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരുടെയും സ്കിൻ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മേ ബി ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനൊരു ബ്രൂയിസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു
ചെറിയ രീതിയിലുള്ളൊരു കല്ലിപ്പ് വന്നു എന്നുള്ളതല്ലാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓക്കെ ആയി. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോസ്മെലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. സെയിം കല്യാണിക്കും അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി കോസ്മെലാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വേൾഡ് വൈഡായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഇത് ഹൈലി എഫക്റ്റീവായിട്ടുള്ള ഒരു ഡീപിഗ്മെൻറ്റിങ് ക്രീമാണ്. ഇത് മീസോ എസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്രീമാണ്. അതായത് ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് വരുന്നത്, കോസ്മെലാൻ 1 ആൻഡ് കോസ്മെലാൻ 2. സോ ഈ ഒരു ഹോൾ പാക്കേജിൻ്റെ വില എന്ന് പറയുന്നത് നിയർലി ഒരു 70,000 മുതൽ എനിക്ക് തോന്നുന്നു 1,50,000 റുപ്പീസ് വരെയാണ് ഈ സംഭവത്തിൻ്റെ വില. സോ കോസ്മെലാൻ എനിക്ക് സജസ്റ്റ് ചെയ്തു. സോ ഞാനാണ് അങ്ങോട്ട് എനിക്ക് കോസ്മെലാൻ ഈ ഒരു ഫുൾ പാക്കായിട്ട് തന്നെ വേണം, നമ്മളെന്തായാലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പാക്കായിട്ട് തന്നെ എടുത്ത് നമുക്കത് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു രീതിയിൽ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് നമുക്കിതൊരു ഫുൾ പാക്കേജായിട്ട് തന്നെ എടുക്കാമെന്ന്. സോ അപ്പോൾ നിലുവാണ് എന്നോട് ചോദിച്ചത് എന്തിനാണ് ഇതൊരു ഫുൾ പാക്കേജായിട്ട് എടുക്കുന്നത്. കാരണം എനിക്ക് ആ ഫുൾ പാക്കേജിൻ്റെ ആവശ്യം ഇല്ല. കാരണം കോസ്മെലാൻ 1 എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പീലെന്ന് പറയുന്ന ഒരു മാസ്കാണ്, ഒരു പോളിഷിങ് മാസ്കാണ്. സോ അത് നമ്മൾ ക്ലിനിക്കിൽ വെച്ചിട്ടിടുന്നു, ഇട്ട് നമ്മളൊരു മേ ബി ഒരു ഹാഫ് ആൻ അവർ അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നൊരു 8 hours ഒരു 10 hours നമ്മൾ ഈ ഒരു മാസ്ക് വി ഹാവ് ടു കീപ് ദ മാസ്ക് ഓൺ. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ നമ്മൾ ഈ മാസ്ക് വെച്ചിരിക്കുന്നു. പിറ്റേ ദിവസം മുതൽ നമ്മൾക്ക് സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, നമുക്ക് റെഡ്നെസ് ഉണ്ടാകുന്നു, നമുക്ക് പീലിംഗ് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് മേ ബി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ മുതൽ നമ്മൾ ഈ കോസ്മെലാൻ 2 ചെയ്യുന്നു. അത് നമ്മളൊരു മേ ബി എനിക്ക് തോന്നുന്നു കോസ്മെലാൻ്റെ പുതിയ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് 2 times for 3 or 2 months ആണെന്ന് തോന്നുന്നു ഇത് യൂസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ കോസ്മെലാൻ 2 ഹോം കെയർ പാക്കിനകത്തിൽ ഇതിൻ്റെ സൺസ്ക്രീൻ വരുന്നുണ്ട്, വിച്ച് ഈസ് കോസ്റ്റിംഗ് നിയർലി എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 5,000-6,000 എന്തോ ആണ് ഇത്രയുള്ളൊരു ബോട്ടിൽ ഓഫ് സൺസ്ക്രീനിൻ്റെ വില എന്ന് പറയുന്നത്. സോ അതിൻ്റെ തന്നെ മോയ്സ്ചറൈസർ അഗെയിൻ ഒരു 6,000 എന്തോ ആണ്. സോ അതൊരു ഹോൾ പാക്കേജാണ്. സോ അതെന്ന് പറയുന്നത് ഈ ദെയർഫോർ എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് മാനുഫാക്ചർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെല്ലാ നല്ല ഡെർമറ്റോളജി ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ എസ്തെറ്റിക് ക്ലിനിക്കുകളിലും യൂസ് ചെയ്യുന്ന ഒരു ഡീപിഗ്മെൻറ്റിങ് ക്രീമാണ് കോസ്മെലാൻ. അതിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കോസ്മെലാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ് എന്നെനിക്ക് മനസ്സിലാക്കി തന്നത് നിലുവാണ്. കാരണം എനിക്ക് ഈ ഒരു ഹോൾ പാക്കേജിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് ഈ ഒരു കോസ്മെലാൻ 1 താങ്ങാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കോസ്മെലാൻ 2 സ്റ്റാർട്ട് ചെയ്യും. അതും ഈ 2 തവണയൊന്നും അപ്ലൈ ചെയ്യേണ്ട, നൈറ്റിൽ അതും ഒരു പീ സൈസ് എമൗണ്ട് നൈറ്റിൽ മാത്രം യൂസ് ചെയ്ത് ഒരു 6 months ആ ബോട്ടിൽ യൂസ് ചെയ്ത് തീർക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ എനിക്കത് സജസ്റ്റ് ചെയ്ത് എൻ്റെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ആവാത്ത രീതിയിൽ ഞാൻ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും വെച്ചിട്ട് ഈ ഒരു കോസ്മെലാനെ എൻ്റെ സിസ്റ്റത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നത് നിലുവാണ്. സോ ആദ്യം ഈ പറഞ്ഞതുപോലെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നതാണ്. എനിക്കൊന്ന് കോസ്മെലാൻ 2 നിയർലി 20,000 എന്തോ ആണ് വില. സോ വാങ്ങുമ്പോൾ നമുക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കുമോ, ഇത് നമ്മൾ കാശ് മുടക്കി വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ നമുക്കിത് വർക്കാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ആദ്യത്തെ ഒരു 2 weeksലേക്ക് ഇത് എൻറ്റയർലി നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാക്കും, റെഡ്നെസ് ഉണ്ടാകും. അതേപോലെ ഈ കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് ഈ വെതറൊക്കെ വരുന്ന മാതിരി കുറേ സംഭവങ്ങളൊക്കെ വരും. സോ എൻ്റെ നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വന്നിരുന്നു. സോ അപ്പോഴൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഉടനെ അവർ അത് ഇറ്റ്സ് യൂഷ്വലാണ്, അത് ഒരു 1 week കഴിയുമ്പോൾ പൊക്കോളും, അല്ലെങ്കിൽ ഒരു 2 weeks കഴിയുമ്പോൾ അത് പൊക്കോളും എന്നുള്ള രീതിയിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തു. ഒരു 2 weeks 3 weeks ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മാറി. ഈ സംഭവം എൻ്റെ സ്കിന്നുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞപ്പം കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും അത് നല്ല ഒരു ഡീപിഗ്മെൻറ്റിങ് ക്രീം തന്നെയാണ്. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കവിള് അല്ലെങ്കിൽ എൻ്റെ ഒരു
ഈ ഒരു പോർഷൻസിലൊക്കെ ഉണ്ടായിരുന്ന പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം അത് മാറിയൊരു നല്ലൊരു പോളിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് വന്നു. സോ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ പിക്ചറും അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഉള്ളൊരു പിക്ചറും തമ്മിൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതിന് ഞാൻ ആ ഒരു സംഭവം ഫോട്ടോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനിത് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ബേസിക്കലി അങ്ങനെയാണ് നമ്മളുടെ ഒരു മാറ്റം വരുന്നതിന് നമുക്ക് ഞാൻ ഈ പറയുന്ന മാറ്റങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയത് എന്ന് പറയുന്നത് ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വേറെ പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇൻറ്റേർണലി ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കോസ്മെല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു 3 months ഒക്കെ ആയി കാണുള്ളൂ. സോ ഈ ഒരു റിസൾട്ടിലോട്ട് നമ്മൾ എത്തിയത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളത് സത്യമാണ്. പിന്നെ നമ്മൾ കോസ്മെലാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ നമ്മളുടെ ഇന്ത്യൻ സ്കിന്നിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ കോസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹീറ്റാണ്. സോ എന്നെ സംബന്ധിച്ച് എൻ്റെ പിഗ്മെൻറ്റേഷൻ ട്രിഗർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഞാനൊരു IT പ്രൊഫഷണലാണ്. ഞാൻ വെയിൽ കൊള്ളുന്ന ഒരു വ്യക്തിയേ അല്ല. സോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ നിറം മങ്ങുന്നതിനുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ബ്ലൂ ലൈറ്റ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നുമൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി ഞാൻ അതിനെ ഇൻറ്റേർണലി ടാർഗറ്റ് ചെയ്തു ഉണ്ടായിരുന്ന പിഗ്മെൻറ്റ്സിനെ മാറ്റി അതേപോലെ ഈ ഒരു ബ്ലൂ ലൈറ്റിനെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് എൻ്റെ സ്ക്രീനിലും അല്ലെങ്കിൽ ഫോണിലും ഒക്കെ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം എൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഒരുപാടൊരു ഫുള്ള് മാറി എന്ന് പറയാൻ പറ്റില്ല, ഒരു മോർ ദാൻ 70% അത് ഓക്കെ ആയി. സോ ഈ പറഞ്ഞതുപോലെ ഈ കോസ്മെലാൻ എന്ന് പറയുന്ന ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഹീറ്റ് എക്സ്പോഷർ പാടില്ല, നിങ്ങൾ സ്വെറ്റ് ചെയ്യാൻ പാടില്ല കുറേ നാളത്തേക്ക്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ സ്റ്റൗ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിൽ നിന്ന് വരുന്ന തീയുടെ ആ ഒരു ഹീറ്റ് അതെന്ന് പറയുന്നതൊക്കെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്രീമിൻ്റെ എഫിക്കസി എന്ന് പറയുന്ന സംഭവത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു കല്യാണി എന്ന് പറയുന്ന യൂട്യൂബർ ആ സംഭവം അവരുടെ നെക്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ നെക്കിലാണ് അവർ ആദ്യത്തെ പ്രോബ്ലം പറയുന്നത്. ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും പാചകം ചെയ്ത് കാണാം, അല്ലെങ്കിൽ പുറത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോയി കാണാം, അല്ലെങ്കിൽ വേണ്ട തരത്തിലുള്ള രീതിയിലുള്ള ആഫ്റ്റർ കെയർ അവരെടുത്ത് കാണില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ പാർട്ടായിട്ട് കാണാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവം അവർക്കങ്ങനെ ഒരു നെഗറ്റീവായിട്ട് വന്നത്. അതല്ലാണ്ട് കോസ്മെലാൻ എന്ന് പറയുന്നത് ഈ ഡെർഫോറാം എന്ന് പറയുന്ന ക്ലിനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ എൻഡോസ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല. സോ അതാണ് ഒന്നാമത്തെ കാര്യം. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും തന്നെ ആരും തന്നെ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇവർ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ആർക്കും തന്നെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളല്ല. അല്ലെങ്കിൽ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ വിവരം അറിയും. ഈ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ബേസിക്കലി ഇവർ നല്ല സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ആൾക്കാരാണ്. സോ അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ സ്കിന്ന് മെച്ചപ്പെടുന്നതും ത്രൂ ദാറ്റ് അവർ ഈ പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്തിട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ കൊച്ചു പെൺകുട്ടികളൊക്കെ പോയിട്ട് ചേച്ചി അത് പറഞ്ഞു തരാമോ, ചേച്ചി വെയിറ്റ് ലോസ് ചെയ്തത് ഇത് എങ്ങനെയാണ്, ചേച്ചി വെളുത്തത് എങ്ങനെയാണ്, ചേച്ചി മറ്റേ എന്താണ് മറിച്ച് എന്താണ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെ എങ്ങനെയാണ് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ക്രീമുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളും, അത് നിങ്ങളുടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, നിങ്ങളുടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫേസ് വാഷ് ആയിക്കോട്ടെ, ഇതൊന്നും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ യൂസ് ചെയ്യരുത്. നിങ്ങൾക്കൊരു സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസർ, ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ, ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. അതല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മുഖത്തെടുത്ത് പ്രയോഗിക്കരുത്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രൊസീജിയേഴ്സും അതേപോലെ നമ്മൾ ഇൻറ്റേർണലി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്.
ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എഫക്റ്റീവ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് മച്ച് ഹൈലി ക്രെഡിബിൾ ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഫോർമുലേറ്റഡ് ഇൻ എ സർട്ടൺ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ഗീവ് ദ റിസൾട്ട്സ് അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. സോ ആ ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങൾ റിസർച്ച് ചെയ്യൂ. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിന് വേരിയേഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സ്യൂട്ടാവുന്നതല്ല എന്ന്. സോ ത്രോ ഇറ്റ് അവേ, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഈ പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും എടുത്ത് ഫേസിൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ദൈവത്തെ ഓർത്ത് അതൊന്നും ചെയ്യല്ലേ. ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രോക്കൺ ആണോ അല്ലെങ്കിൽ അല്ലയോ ആണോ എന്ന് നിങ്ങൾക്കറിയില്ല. ഈവൻ ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഈ സിറം എല്ലാവരും പറയും ഇത് മോയ്സ്ചറൈസിങ് ആണ്, ഇത് നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നല്ല, നിങ്ങളുടെ സ്കിൻ ബാരിയർ പോയിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡിനെ യൂസ് ചെയ്യുമ്പോൾ അത് വീണ്ടും അകത്തിലുള്ള നിങ്ങളുടെ സ്കിന്നിൻ്റെ മറ്റ് ലെയറുകളിലുള്ള ഒരു വാട്ടർ മോളിക്യൂൾസിനെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ വീണ്ടും ഡാമേജ്ഡ് ആവും. സോ അതുകൊണ്ട് അതും ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും രണ്ടാണ്. സോ ബേസിക്കലി നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണ് അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ബാരിയർ വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ യുഗത്ത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. സോ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, ഞാൻ ഇങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ നടത്തണം അല്ലെങ്കിൽ ഇത് ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്നൊന്നും വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ, എസ്പെഷ്യലി ഈ ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സിനെ നമ്മൾ റോസ്റ്റ് ചെയ്യും. നമ്മൾ ഓരോരുത്തരെയായിട്ട് എടുത്ത് ഓരോ വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ നമ്മൾ അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓരോ വീഡിയോ വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സ്കിന്നിൻ്റെ കാര്യത്തിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേറ്റഡ് ആക്കണം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. സോ അൺഎത്തിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പറയുക, നിങ്ങൾ ഏത് യൂട്യൂബേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഇൻഫ്ലുവൻസറെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ലെറ്റ് മീ ഗോ ത്രൂ ദെയർ വീഡിയോസ്. നമുക്ക് അവർ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ നമുക്കവരെ എയ്തർ നിങ്ങൾ അവരെ അൺഫോളോ ചെയ്ത് പോവുക. ഇവരൊക്കെ ജോലി ചെയ്ത് പൈസ കൈയും മെയ്യും ഒക്കെ ആണെങ്കിൽ സമ്പാദിച്ച് ജീവിക്കട്ടെ. ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്ക് വളരെ അൺഎത്തിക്കലായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ബേസിക്കലി കുറച്ച് ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊന്നും ഇതൊന്നും എടുത്ത് യൂസ് ചെയ്യില്ല. വേറെ കുറച്ച് ഒരു ടീനേജിലുള്ള കുറച്ച് അല്ലെങ്കിൽ ഒരു 20s കയറുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ പോയി ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഇത് പറഞ്ഞു തരുമോ, അതെന്താണ്, ഇതിന് റെമഡി എന്താണ്, വെയിറ്റ് കുറച്ചത് എങ്ങനെയാണ്, മറ്റെന്താണ്, മറിച്ച് എന്താണ്. ഒരാൾക്ക് വർക്കാവുന്ന കാര്യം മറ്റൊരാൾക്ക് വർക്കാവണം എന്നില്ല. അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഷോ ദ റിസൾട്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എൻ്റെ അതേ ഏജിലുള്ള വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഞങ്ങൾക്ക് 2 പേർക്കും 2 റിസൾട്ട് ആയിരിക്കും. ബിക്കോസ് അവർ സിസ്റ്റം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാൻ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. സോ ബേസിക്കലി ഞാൻ വീക്കിലി ഒരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് എന്നുള്ള രീതിയിൽ വീഡിയോ പ്ലാൻ ചെയ്യാമെന്നാണ് ഞാൻ നോക്കട്ടെ. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ വീഡിയോസ് പ്ലാൻ ചെയ്യാം. എനിവേ ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഐ വുഡ് ടേക്ക് ദിസ് ആസ് എ ക്യാമ്പയിൻ. I want to save the young generation from getting all these things putting on their skin from these so-called unethical influencers. Okay, so beware of the influencers. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല, അവർ പറയുന്നതെല്ലാം ശരിയല്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ശരിയല്ല. സോ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റുകളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോയെങ്കിൽ മാത്രമേ
നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് തിരികെ കിട്ടും.